ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യയജ്ഞത്തിന്റെ 192 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ സതീഷ് കുമാറാണ്. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ഭജന പാടുന്നതും ഉഷ അനിൽരാജ് അമ്പലപ്പുഴയിൽ നിന്നാണ്. ഉഷ, ഞാൻ ഓംകാരം പറഞ്ഞു കഴിഞ്ഞ് സായി ഗായത്രി പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഉഷ തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. പക്ഷെ തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. ശ്രീ സത്യസായിവാണി 2ാം ഭാഗത്തിലെ സ്വാമിയുടെ വചനാണ്. ഓപ്പറേഷൻ ചെയ്യുന്നതിന് എത്രയോ മുമ്പ് ദൂരെ നടക്കുന്ന വസ്തുതകൾ കാണുകയും കേൾക്കുകയും ചെയ്യാൻ ശേഷിയുള്ള സഞ്ജയനെ ഭഗവാൻ ഒരുക്കി. മനുഷ്യ സമുദായത്തിന് വേണ്ടി സഞ്ജയനാൽ ഗീത സംരക്ഷിക്കപ്പെടണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം. അർജുനൻ ഗീതോപദേശത്തിനുള്ള നിമിത്തം മാത്രമായിരുന്നു. ഗീത എല്ലാവരെയും രക്ഷിക്കുന്നു, അതിനെ മുക്തി തരുന്നു. തെലുങ്കിൽ ഗീത എന്ന പദത്തിനർത്ഥം ഒരു വര എന്നാണ്. അത് ഒരു വര വരച്ച് ജനന മരണ പരമ്പരയെ റദ്ദാക്കുന്നു. അത് നിങ്ങളെ ഋജുവായ ധർമ്മമാർഗത്തിൽ കൂടി, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട വരയിൽ കൂടി സധൈര്യം നിവർന്നു നിന്ന് മുന്നേറാനാണ് ഉപദേശിക്കുന്നത്. നിങ്ങളെ വഴിതെറ്റിക്കുന്ന ബന്ധങ്ങളെ സാവധാനം നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നാൽ മാത്രമേ ഭാരം കൊണ്ട് കുനിയാതെ നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇപ്പോഴാകട്ടെ ചിത്തവൃത്തിയെ ഇല്ലാതാക്കുന്നതിന് പകരം അതിനെ പെരുക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ഇത് കുരങ്ങനെ കള്ളു കുടിപ്പിക്കുന്നത് പോലെയാണ്. സാധാരണ കാണിക്കുന്ന ചപലതയെ കുരങ്ങൻ വർദ്ധിപ്പിച്ചു കാണിക്കും. അത്ര തന്നെ സാധകർക്ക് അവരുടെ സാഫല്യത്തെ പുകഴ്ത്തി വലിയ ആത്മീയ ബിരുദങ്ങൾ നൽകുന്നതിനെ പറ്റിയാണ് ഞാൻ പരാമർശിക്കുന്നത്. അമിത ഉത്സാഹമോ ആർഭാടമോ കാട്ടുന്ന ഗുരുക്കന്മാർ നൽകുന്ന പ്രശംസ ബിരുദങ്ങൾ കൊണ്ട് ഈ സാധകർ മതമത്തരായി തീരുന്നു. അവർ ജ്യോതിസുകൾ, നക്ഷത്രങ്ങൾ, ഋഷികൾ അഥവാ പരമപുരുഷന്മാർ എന്നു ഭാവിക്കുന്നു. അഹംഭാവം കൊണ്ട് ആത്മീയ അധപ്പതനത്തിന് വഴിയൊരുക്കുന്നു. വിഷബാധിതരായ രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ ബാധ്യതയുള്ള ഡോക്ടർമാർ ഇപ്പോൾ പൂർണ്ണാരോഗ്യം ഉള്ളവർക്ക് വിഷം മരുന്നായി കൊടുക്കുന്നു. ബിരുദം കൊടുക്കുന്നവരും വാങ്ങുന്നവരും കുറ്റവാളികളാണ്. താൻ ശമിപ്പിക്കുന്നെന്ന നാട്യത്തിൽ അഹന്തയെ ഒരാൾ വർദ്ധിപ്പിക്കുന്നു. മറ്റേയാൾ വ്യാജ ആഭരണങ്ങൾ വാങ്ങി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. വർണ്ണാശ്രമ ധർമ്മം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പടിപടിയായി മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ച് സായുജ്യം നേടാനാണ്. മനുഷ്യന്റെ ഓരോ ജീവിതാവസ്ഥയിലും ഓരോ ജാതിക്കാരും അനുസരിക്കേണ്ട സ്വഭാവവിശേഷം, ഉപജീവനത്തിനുള്ള തൊഴിൽ, സാമൂഹ്യ അവകാശങ്ങളും ബാധ്യതകളും തുടങ്ങിയയെല്ലാം വർണ്ണാശ്രമ ധർമ്മത്തിൽ ഉൾക്കൊള്ളും. ഇവയെല്ലാം തന്നെ നമ്മുടെ ഉത്തമ പ്രയത്നങ്ങളും സ്വഭാവവും ആത്മീയ ലക്ഷ്യത്തിലേക്ക് ഉയരുവാനാണ്. വർണ്ണാശ്രമ ധർമ്മം വേരുകൾ നല്ലവണ്ണം ഉറച്ച ഒരു മരമാണ്. അതിന്റെ തണൽ വിവിധ മനുഷ്യ സമൂഹങ്ങൾക്ക് രക്ഷ നൽകുന്നു. ആ വ്യവസ്ഥകളെയും
പുരാണ ശാസ്ത്ര ഗ്രന്ഥങ്ങളെയും നിന്ദിക്കരുത്. എന്റെ സത്യം ദൃഢമായി മനസ്സിലാക്കുന്നതിനുള്ള അടിത്തറയാണ് അവ. ഈശ്വരീയതയുടെ മഹിമ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പതിയുന്നു. നിങ്ങൾ ഭക്തിപൂർവം പൂജിക്കുന്നത് മറ്റൊരു നാമവും രൂപവുമുള്ള ഈശ്വരനെയാണ് എന്നതിനാൽ വിഷ്ണുവിനെയോ ശിവനെയോ നിന്ദിക്കരുത്. എന്തിന്? ഒരു മനുഷ്യനെ നിങ്ങൾ അപമാനിച്ചാൽ എന്നെയാണ് അപമാനിച്ചതെന്ന് മനസ്സിലാക്കുക. ഞാൻ അവനിൽ കുടികൊള്ളുന്നു. ആത്മാവിന്റെ പുറംചട്ടയായ ആ മനുഷ്യനെ ആദരിക്കുക. നിങ്ങളുടെ യഥാർത്ഥ രൂപമായ അനശ്വരാത്മാവിനെ ബഹുമാനിക്കുക. ആ മൂലതത്വത്തെ നിന്ദിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. സായിരാം. അനുഭവം പറഞ്ഞോളൂ. പക്ഷേ സായിരാം. എവിടുന്നാണ് വന്നത്? മറ്റേടത്തായിരുന്നില്ല അല്ലേ? മലപ്പുറത്തായിരുന്നല്ലോ അല്ലേ ആദ്യം? അതെ അതെ. ഞാൻ എന്റെ വീട് മലപ്പുറത്താണ്. വിവാഹം കഴിച്ച എല്ലാ കാര്യങ്ങളും പറയാ. സ്വാമി ഓഡിയോ ഓഫ് ചെയ്യൂ. പറഞ്ഞു. ഞാൻ ഭഗവാനെ വളരെയധികം നിന്ദിച്ചിരുന്ന ഒരാളാണ്. സ്വാമി ഏകലവ്യൻ സിനിമയിലുള്ള നരേന്ദ്രപ്രസാദിനെ കണ്ടപ്പോ അതാണ് സ്വാമി എന്ന് പറഞ്ഞു വരെ അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു സ്വാമി. ഞങ്ങളെ എൻ്റെ ഒപ്പം പഠിച്ചൊരു കുട്ടി സായിരാന്നുണ്ട്. അവനെയൊക്കെ കളിയാക്കുമായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് സ്വാമിയെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ ഒരു നല്ല കള്ളനാണെന്ന് വരെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് നമ്മൾ ജോലി സംബന്ധമായിട്ട് അങ്ങാടിപ്പുറത്ത് ചെന്നപ്പോൾ മലപ്പുറത്ത് അവിടെ ഒരു ഭജനയുണ്ട്. ഭജന പാട്ട് പാടുന്നതായത് ഭജന കേട്ടപ്പോ അതെന്താണെന്ന് വെച്ചോ, അവിടെ സായി ഭജന എന്നാ അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് അവിടെ ഭഗവത്ഗീത 1 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ ചെയ്യാമെന്ന്. പിന്നെ സംഘടനാ തലത്തിൽ അതൊക്കെ വേണ്ടെന്ന് വെച്ചാ അങ്ങനെ അവിടെ ആ ഭഗവത്ഗീത ക്ലാസ് കേൾക്കാലോ വന്നു. പക്ഷെ വചനം ഇങ്ങനെ കേട്ടപ്പോ ഭയങ്കര സന്തോഷം വരും. എന്നാലും ഭഗവാൻ എന്നാലും കുറ്റം പറയും. പക്ഷെ പിന്നെ ഭഗവാൻ ഭജന കേൾക്കാനും ഭജന അവിടെ നിന്ന് തന്നെ ഒരു ഭജന ഞാൻ തന്നെ അവരെല്ലാവരും ചേർന്ന് പാടിപ്പിച്ചു. ഭജന പാടുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഞങ്ങള് ജോലി സംബന്ധമായി പിന്നെയും മലപ്പുറത്ത് എന്ന സ്ഥലത്ത് എത്തിയിട്ട് അവിടെ സംഘടനാ തലത്തില് സമിതികളിലൊക്കെ പോയി. ഞങ്ങളുടെ വീട്ടില് ഞാനും ചേച്ചി ആങ്ങളമാരൊക്കെ പാടുന്നതായോണ്ട് അവരെല്ലാവരും ഞങ്ങളെ ഒരു ഭജന പാടിയപ്പോഴത്തേനും എല്ലാ ആഴ്ചയും വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഭജനയ്ക്ക് പോയി. അങ്ങനെ ഭജന പാടി പാടി സ്വാമിയോട് ഭക്തി വന്ന്. പിന്നെ എൻ്റെ ഒരു ചേച്ചി പുട്ടപ്രത്തിയിൽ പോയിരുന്നു അസുഖമായിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോ അവിടെ ചികിത്സയില്ല. എന്നാൽ പോലും സ്വാമി കത്ത് മേടിച്ചില്ല. സ്വാമി ഇങ്ങനെ നോക്കി, കത്ത് മേടിക്കാതെ ചേച്ചിയുടെ മുഖത്ത് നോക്കി. പക്ഷെ അത് നേരിടാൻ ചേച്ചിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ വെല്ലൂര് പോയപ്പോ ചേച്ചിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് ഒന്നും പരിശോധിച്ചപ്പോ അറിഞ്ഞില്ലേന്ന്. പിന്നെ ചേച്ചി മരിച്ചു. പക്ഷേ ഞങ്ങള് പിന്നെ കൂടുതൽ ഭക്തി ആവുക ചെയ്തത്. പിന്നെ ഭഗവാനെ വിടാതെ പിടിച്ചു. ഇങ്ങനെ ഭഗവാൻ ചേച്ചിയെ രക്ഷപ്പെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഭഗവാനോടുള്ള ഭക്തി കൂടുതൽ അച്ഛനും അമ്മയ്ക്കും വളരെയധികം കൂടി. അങ്ങനെ എല്ലാവരും ഭക്തരായി. അത് കഴിഞ്ഞിട്ട് പിന്നെ സമിതിയിൽ ആദ്യമായിട്ട് മലപ്പുറത്ത് പോയിട്ട് ഞങ്ങള് എന്നെ അവിടുത്തെ ഒരു ഭക്ത കൊണ്ടുപോയി പുട്ടപ്പർത്തിയില്. അപ്പോ അവര് പറഞ്ഞു, ഉഷയ്ക്ക് അത്രയും ഭക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ വരിവരിക്ക് ഇരുന്നിട്ട് നമ്മൾ ടോക്കൺ എടുക്കും 1, 2 അങ്ങനെയല്ലേ, ഭക്തി ഉണ്ടെങ്കിൽ കാണാലോ, എത്ര ഭക്തി ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അത്ര അങ്ങനെ ഭക്തി കുറെ കുറ്റം പറഞ്ഞല്ല, അപ്പൊ എനിക്ക് കിട്ടൂല. പക്ഷെ ഇനി ആ ടോക്കൺ വരുമ്പോ ഉഷ തന്നെ എടുക്കണം എന്ന് പറഞ്ഞാൽ എന്നെ മുന്നിലിരുത്തി. ഉഷയുടെ ഭക്തി ഇതിൽ അറിയാമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷെ ഞാൻ പിന്നെ കണ്ണ് തുറന്നതേ ഇല്ല. ഭഗവാനെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കണ്ണടച്ച് ആ ടോക്കൺ വരുന്ന വരെ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് പോവുകയാണ് ഞാൻ പുട്ടപ്പർത്തിയില്. അപ്പൊ ഞാൻ 2ാമത്തെ നമ്പർ. അപ്പൊ എല്ലാരും പറഞ്ഞു ശരിക്കും നല്ല ഭക്തിയുണ്ട്, ഉറപ്പായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമായി, ഭയങ്കരമായിട്ടുള്ള സന്തോഷം. എന്താണെന്നറിയാം, എല്ലാവർക്കും വിശ്വാസമായല്ലോ എന്നും കൂടി എന്റെ തലയിൽ
അങ്ങനെയായിരുന്നു വന്നത്. അങ്ങനെ വന്നു. പിന്നെ പിന്നെയും ഞാൻ ഇങ്ങനെ പുട്ടപർത്തിയിലൊക്കെ യൂത്തിന്റെ ഇതിനൊക്കെ പോവാൻ തുടങ്ങി. അപ്പോഴൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ വിട്ട് നിൽക്കുന്നൊന്നും ഇഷ്ടമല്ല, അടുത്ത് കാണണം. അവരൊക്കെ കുറെ ആൾക്കാർ അങ്ങ് അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താ പോകുന്നത് ഈ എന്താ ഇതിനകത്ത് മാത്രം നിന്നിട്ട് പുറകിലിരിക്കാൻ പറ്റണം, എന്താ സ്വാമി ഇങ്ങനെ എങ്ങനെ വേർതിരിച്ച് കാണുന്നു, ഞങ്ങൾക്കൊക്കെ അടുത്തിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റേറ്റ് ഭജൻ ഗ്രൂപ്പില് ഭജൻ പാടി പാടി നമ്മളുടെ ജില്ലാതലത്തില് സ്റ്റേറ്റ് തലത്തിൽ അങ്ങനെ എത്തുക. അപ്പൊ പിന്നെ സ്വാമിയുടെ എപ്പ ചെല്ലുമ്പോഴും ഈ ഗ്രൂപ്പിനെ സ്വാമിയുടെ അടുത്തിരുത്തുകൊണ്ട് നല്ല സന്തോഷമായി. എപ്പോഴും അടുത്ത് സ്വാമിയെ കാണാൻ പറ്റി. പിന്നെ ഒരു ദിവസം ബാംഗ്ലൂർ ചെന്നപ്പോഴ് ഞങ്ങള് വിഷുവിന് സ്വാമി അവിടെ ഉണ്ടായി. ഞങ്ങൾ നേരം വൈകിയ ദർശനത്തിന്റെ ഒപ്പം ഞങ്ങൾ ചെന്നത്, കുളിച്ചൊരുങ്ങി ചെന്നപ്പോഴത്തേന് സ്വാമിയുടെ ദർശനം വന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഇരിക്കുമ്പോഴും, അപ്പൊ സ്വാമി പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടില്ല, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, യൂത്തിന്റെ ഇതിനാണ് ഞങ്ങൾ പോയത്, കുട്ടികൾക്ക് ഭക്ഷണം ആദ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. പിന്നെ ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്വാമിയെ കണ്ടു. സ്വാമിക്ക് ഞാൻ അപ്പൊ തന്നെ ഒരു കത്തെഴുതി തന്നെ സ്വാമി എന്റെ തൊട്ടടുത്ത് വന്നിരുന്നപ്പോ ഞാൻ കത്ത് കൊടുത്തപ്പോ എന്റെ കത്തിന്റെ മേളിൽ എല്ലാവരും കത്തൊരു കൂമ്പാരം വെച്ചു. പക്ഷെ അന്നത് കത്ത് ഇങ്ങനെ കൊടുത്തപ്പോ സ്വാമി ഇങ്ങനെ പറയുന്നത് സ്വാമിയുടെ മുഖത്ത് തന്നെ നോക്കി നിന്നപ്പോ സ്വാമി എന്താ വിഭൂതി എല്ലാവർക്കും തന്നു. ഞങ്ങൾ അതെല്ലാം കഴിച്ചു. അപ്പൊ ഞാൻ കൈ വലിച്ചപ്പോ എനിക്കറിയില്ല സ്വാമി എന്റെ കൈ പിടിച്ചു. അത്രയും സോഫ്റ്റ് ആയിരുന്നു സ്വാമിയുടെ എല്ലാം കൊണ്ട് എന്നെ പിടിച്ചൊന്നും എനിക്ക് അറിയണേ ഇല്ല. കത്തുകൾ ഇങ്ങനെ വീഴുന്നു. ഞാൻ കൈ വലിച്ചപ്പോ എന്റെ 2 വിരല് സ്വാമി പിടിച്ചിരിക്കുകയാണ്. ഞാൻ കൈ വലിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വാമി പിടിച്ചതായിരുന്നു എന്ന്. എന്റെ 2 വിരലുകളും സ്വാമി പിടിച്ചു. അപ്പൊ ഭയങ്കരമായിട്ടുള്ള സന്തോഷം. അങ്ങനെ കുറെ സന്തോഷങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ദൂരെയൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ദൂരെയൊക്കെ വന്ന എന്തിനാ സ്വാമി എന്നെങ്കിലും അമ്പലപ്പുഴ ഇത്രയും ദൂരത്ത് കൊണ്ടുവന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ വിഷമങ്ങളുണ്ട്, കുറെ അങ്ങനെ സന്തോഷങ്ങളുണ്ട്. അതാണ് എന്റെ ജീവിതത്തിലെ സ്വാമിനെ കാണാൻ. പിന്നെ സ്വാമിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഭക്ഷണം സ്വാമിയുടെ കൂടെയായിരുന്നു. സ്വാമി ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കുമ്പോ ഞങ്ങൾ അടുത്തു കൂടെ ഇങ്ങനെ അടുത്തന്നെ ഇങ്ങനെ വന്നു നിന്നു. അതൊക്കെയാ എനിക്ക് സ്വാമി. പിന്നെ ഒരു കുഞ്ഞ് എനിക്ക് ജനിച്ചപ്പോ അതിനെ കാണിക്കുന്നില്ല, അതിന് 1 മാസം മുന്നേ സ്വാമി ശരീരം ഉപേക്ഷിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അയ്യോ സ്വാമി 96 വയസ്സിൽ പോകുന്നുള്ള എന്താ ഇങ്ങനെ പോയത്? അപ്പോഴത്തേനും എന്റെ മനസ്സിൽ ഭയങ്കര ഒരു സംശയം വന്നു. സ്വാമി പറഞ്ഞു ഒന്നും ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സ് വിഷമിച്ച ആ നാളിലൊക്കെ ഞാൻ കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോ എന്നും ചെറിയ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ കരയും. ഭിത്തിയിൽ ഒരു സ്വാമി ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആരെടുത്താലും കരയുന്ന കൊച്ചു കുഞ്ഞ്. പക്ഷെ സ്വാമിയുടെ ആ ഫോട്ടോന്റെ അടുത്തെത്തുമ്പോ കുറെ ഞങ്ങൾ കരച്ചിൽ മാറ്റാം, എല്ലാവരും എടുത്താലും കരയുമായിരുന്നു. അപ്പൊ ഞങ്ങൾ കരച്ചിൽ മാറ്റാം അതിലിങ്ങനെ നടക്കുമ്പോ സ്വാമിയുടെ ഫോട്ടോ കണ്ടപ്പോ പെട്ടെന്ന് കുഞ്ഞ് തിരിഞ്ഞിട്ട് ഭയങ്കര ചിരി. പറഞ്ഞാൽ അത് അന്ന് വീഡിയോ എടുത്തായിരുന്നു മൊബൈലിൽ എല്ലാവരും ചിരി. ഓരോ ദിവസം അങ്ങനെ ചിരിച്ച്. പിന്നെ ഞങ്ങൾ വേറൊരു ഫോട്ടോ കാണിക്കുമ്പോ അപ്പോഴും കരയും. ഈ ഫോട്ടോ കണ്ടാൽ മാത്രമേ ചിരിക്കുള്ളൂ. അപ്പം പിന്നെ പിറ്റേ ദിവസം അങ്ങനെ ഒരാഴ്ചയോളം ഈ കുഞ്ഞ് ആ സമയത്ത് സന്ധ്യ കഴിഞ്ഞ് ഉടനടി കരയും. അപ്പൊ ഞങ്ങൾ ഈ ഫോട്ടോ ഉണ്ട്. അപ്പോ പിന്നീട് വീണ്ടും ഞാൻ സ്വാമിയിലേക്ക് അങ്ങനെ വന്നു. സ്വാമി ശരീരം ഉപേക്ഷിച്ചപ്പോ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. എനിക്ക് സ്വാമിയുടെ അടുത്ത് കുഞ്ഞിനെ കാണിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള വേദന കൊണ്ട് ഞാൻ ആകെ സംശയവും ഒക്കെപ്പാട്, എനിക്ക് ദേഷ്യം ഒക്കെ വന്നിരുന്നു. അങ്ങനെ അതെല്ലാം കുഞ്ഞിൽ കൂടെ മാറ്റി എനിക്ക് സ്വാമി ആ ചിത്രം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്വാമി ആ കുഞ്ഞ് എപ്പോഴും ചിരിക്കുന്നു. ആ ഫോട്ടോയിൽ നോക്കി ഏത് ഫോട്ടോ കാണിച്ചാലും കുഞ്ഞ് ചിരിക്കില്ല. ഈ ഫോട്ടോ മാത്രം കണ്ടാലേ കരച്ചിലെല്ലാം നിർത്തി പൊട്ടിച്ചിരിക്കുമായിരുന്നു. അത്രേ ഉള്ളൂ സ്വാമി. പിന്നെ സ്വാമി ഇങ്ങനെ ഞാൻ എല്ലാം സ്വാമിയിലാണ്. ഏത് പ്രതിഷ്ഠയുടെ അമ്പലപ്പുഴ കണ്ണുണ്ട് അവിടെയൊക്കെ എവിടെ ചെന്നാലും എനിക്ക് സ്വാമിയുടെ മുഖമാണ് എല്ലായിടത്തും ഞാൻ കാണുന്നത്. കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴെല്ലാം എനിക്ക് സ്വാമി മാത്രാണ്. ശരണാഗതി പക്ഷെ അത്രയൊന്നും ആയിട്ടില്ല. ഒരുപാട് സ്വാർത്ഥതയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്നും വിചാരിക്കാൻ പാടില്ലെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട് സ്വാമിയുടെ അടുത്തെത്തണമെന്ന്. നിസ്വാർത്ഥമായിട്ട് എന്തെങ്കിലും എനിക്ക് എത്താൻ കഴിയും. സായിരാം.
സായിരാം ഉഷ, വളരെ നന്നായിരുന്നു. സായിരാം. ఎలాంటి పరిస్థితుల్లో కూడాను సోదరులు మాత్రం ఏమాత్రము ద్వేషాన్ని పూనకూడదు. There should not be hatred among brothers. అన్యోన్యతగా ఉండినటువంటి పంచపాండవులు ఎలాంటి పరిస్థితిని పొందారు? పరమాత్మ ప్రేమకు గురి అయ్యారు. The 5 Pandavas who led their life in unity ఏదో మధ్య were మధ్యలో కొన్ని recipients of God's జరిగినప్పటికీ love. దాన్ని వారు లక్ష్యం చేయలేదు. They were never bothered of certain problems ఐదుగురు that crept చేరి in between. ఐకమత్యంగానే చేరారు. All the five ఐకమత్యం led their life ఉండినప్పుడు ఎంతటి unitedly. విజయాన్ని మనం సాధించవచ్చును. Therefore they were triumphant ultimately. హస్తంలో 5 వేళ్ళు ఉంటున్నాయి. The hand has 5 fingers. ఈ 5 వేళ్ళు చేరినప్పుడే మనం ఒక పనిని పూర్తిగా ఉంచవచ్చును. With all the 5 fingers working in a coordinated way, you can do anything. కనుకనే కౌరవులు 100 మంది ఉంటున్నారు. 100 Kauravas. కానీ ఒకరిలో ఒకరికి ఏమాత్రం గిట్టదు. But they hate each other. ఒకరి మాట ఒకరికి పట్టదు. No one follows the other. వారు ఏ విధమైన సుఖాన్ని అనుభవించారు? What kind of happiness they had? కనుకనే ఐకమత్యంతో ఎంతటి విజయాన్ని అయినా మనం సాధించవచ్చు. So with all unity you can be victorious. వాలి సుగ్రీవులు వచ్చారు. Vali, Sugriva, వారిద్దరూ సోదరులే. both are brothers. కానీ కొన్ని కారణాల చేత భేదాభిప్రాయాలు జరిగి Because of certain reasons there are ద్వేషాన్ని differences. అనుభవిస్తూ వచ్చారు. And there was utter hatred. కానీ ద్వేషం ఉండినా కానీ లోపల మాత్రం ప్రేమతత్వం మానలేదు. Though they hated each other, there's love within. ఇలాంటి ఐకమత్యమైనటువంటి దాన్ని మనం ఎన్ని కష్టములకైనా కూడా ఓర్చుకొని సహించుకొని భరించుకొని సాధించడానికి ప్రయత్నించాలి. We have to bear all the difficulties and problems and maintain unity in life. പക്ഷേ ഭജന പാടിക്കോളൂ. സായിരാ 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 गाएगी सदा सुबह शाम गाएगी सदा सुबह शाम हर एक पल में हर एक क्षण में हर एक पल में हर एक क्षण में भाजे हम सदा तेरो नाम भाजे हम सदा तेरो नाम गाएगी सदा सुबह शाम कोई कहे तुझे जान गे रामा कोई कहे तुझे जान गे रामा कोई पुकारे राधे श्याम कोई पुकारे राधे श्याम हमारे लिए तुम साईं भगवान हमारे लिए तुम साईं भगवान गाएगी सदा सुबह शाम गाएगी सदा सुबह शाम साईरा साईरा गाएगी सदा सुबह शाम साईरा ഉഷ ഒരു ഭജന കൂടെ പാടും. खन खना नीलवतना अति सुंदर खन खना नीलवतना अति सुंदर मेघ श्यामल माधव मुरारा
മേഘ ശ്യാമള മാധവ മുരാര കനകന നീലവദന അതിസുന്ദര മന്ദസ്മിത മുഖ നയന മനോഹര മന്ദസ്മിത മുഖ സായി മനോഹര ഗോവിന്ദ ഗോപാല നട്ടവര ഗിരിധര ഗോവിന്ദ ഗോപാല നട്ടവര ഗിരിധര മേഘ ശ്യാമള മാധവ മുരാര മേഘ ശ്യാമള മാധവ മുരാര ഘനഘന നീലവദന അതിസുന്ദര. സൈറാം. സൈറാം മിഷേ. സൈറാം. സൈറാം. സൈമ ഉപമ. വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പിയെ എന്ന പോലെ മനസ്സിനെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. മനസ്സുമായി സമ്പർക്കം പുലർത്താതിരിക്കുക. അത് വൈദ്യുതി കമ്പി പോലെ അപകടകാരിയാണ്. അതിനെ ദൂരെ നിന്ന് വീക്ഷിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആനന്ദം ലഭിക്കുകയുള്ളൂ. അജ്ഞാനത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുക. അപ്പോൾ ഇന്ദ്രിയങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന മനസ്സാണ് അതിന് കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കുക. നിങ്ങൾക്ക് ജ്ഞാനോദയം ഉണ്ടാകും. സൈറാം. ഭജനയും നന്നായിരുന്നു, അനുഭവം നന്നായിരുന്നു. സൈറാം. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സൈറാം.